പൂരിതേ ഏകാം നിനക്കു വന്ദനം. പുണ്യസ്വരൂപിണി അമ്മേ മനോഹരി, പാടാം നിൻ ദിവ്യഗീതകം. ധന്യേ പ്രസാദപൂരിതേ അബാ പിതാവിനും യേശു മഹേശനും റൂഹായ്ക്കുമൊന്നുപോൽ പ്രീതയാണു നീ. ഞാൻ എൻ്റെ നാഥനെ വാഴ്ത്തുന്നു സാദരം, ത്രിയേകനാഥനായി സ്തോത്രമേകി നീ. അമ്മേ മഹോന്നതേ പുണ്യേ മഹോന്നതേ, നിൻ സ്നേഹമക്കളായതെത്ര ഭാഗ്യമേ. ധന്യേ പ്രസാദപൂരിതേ ഏകാം നിൻ ദിവ്യകീർത്തനം. പുണ്യസ്വരൂപിണി അമ്മേ മനോഹരി, പാടാം നിൻ ദിവ്യകീർത്തനം. ആബാ പിതാവിനും യേശു മഹേശനും റൂഹായ്ക്കും ഒരുപോലെ പ്രിയതയായി ജീവിച്ച പരിശുദ്ധ മറിയം, ശക്തനായവൻ വലിയ കാര്യങ്ങൾ ചെയ്തു എൻ്റെ ജീവിതത്തിൽ, അമ്മ ഉദ്ഘോഷിച്ചു. പ്രിയമുള്ള സ്നേഹ സഹോദരങ്ങളെ, കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ നമുക്കും നമ്മുടെ ജീവിതത്തിലെ ഒരു ഏറ്റുപറച്ചിൽ, ഒരു തുറന്നുള്ള സമ്മതം, ശക്തനായവൻ വലിയ കാര്യം ചെയ്യുന്നു. അതെ, ദൈവമാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർണ്ണനീയമായ ദാനങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ തീരുമോ ഈ ജീവിതം? അമ്മയോടൊപ്പം നമ്മുടെ നല്ല സ്നേഹപിതാവിനെ നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ മറിയത്തെ സ്നേഹിക്കുന്നത് വഴി, അമ്മയെ വണങ്ങുന്നത് വഴി നമ്മൾ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ സ്നേഹ ആനന്ദ തലങ്ങളിലേക്ക് ഉള്ള ഒരു വലിയ കടന്നുചേരലാണ്. പരിശുദ്ധ ത്രിത്വത്തോട് ചേർന്ന് നിൽക്കുവാൻ, നല്ല ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നീങ്ങുവാൻ നമുക്ക് നമ്മുടെ ജീവിതം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് അമ്മ വഴി ഈശോയിലേക്ക് ചേർന്നെടുക്കാം. നമുക്ക് ഗാനം പാടി നല്ല ഈശോയെ മഹത്വപ്പെടുത്താം. അമ്മയ്ക്ക് സ്നേഹവണക്കവും.
സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ. സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ. ശാരോണിൽ വിരിയും റോജാപ്പൂവേ, സിയോനിൽ എരിയും മണിദീപമേ, മാലോകർ വണങ്ങും സുരറാണി നീ. സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ. മിശിഹാദൻ വത്സല ജനനീ മേരി, റൂഹാദൻ കൂടാരം തീർത്തവളെ. മിശിഹാദൻ വത്സല ജനനീ മേരി, റൂഹാദൻ കൂടാരം തീർത്തവളെ. പ്രത്യാശയേകിനി മാനവ മക്കൾക്കായി പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി എന്നുമെന്നും. പ്രത്യാശയേകിനി മാനവ മക്കൾക്കായി പ്രാർത്ഥിക്ക ഞങ്ങൾക്കായി എന്നുമെന്നും. സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ. സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ. കൈനീട്ടി നിൽക്കുന്നൊരമ്മേ, ഞങ്ങൾ കൈകൂപ്പി പാടിടാം നിൻ സവിധേ. കൈനീട്ടി നിൽക്കുന്നൊരമ്മേ, ഞങ്ങൾ കൈകൂപ്പി പാടിടാം നിൻ സവിധേ. കാരുണ്യമൊഴുകുന്ന ദിവ്യകാരുണ്യത്തിൻ സക്രാരി തീർക്കു നീ ഞങ്ങളിലും. കാരുണ്യമൊഴുകുന്ന ദിവ്യകാരുണ്യത്തിൻ സക്രാരി തീർക്കു നീ ഞങ്ങളിലും. സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ.
ദീപമേ, മാലോകർ വണങ്ങും സുരറാണി നീ. സ്വർഗപിതാവിൻ സ്നേഹം നിറയും സ്വർഗീയ സൂനമേ കന്യാമ്പേ. ലിബിൻ സ്വർഗപിതാവിൻ്റെ പ്രിയപുത്രിയായ ഈശോയുടെ സ്നേഹമാതാവായ റൂഹായുടെ ദിവ്യമണവാട്ടിയായ പരിശുദ്ധ മാതാവിനെ വർണ്ണിച്ച് മനോഹരമായി ലിബിൻ പാടി. ശക്തനായവൻ വലിയ കാര്യം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, മാതൃസ്തുതി ഗീതം പാടുവാനൊക്കെ ദൈവം അനുഗ്രഹം നൽകുക. അതിൻ്റെ ആ ആഴവും അർത്ഥവും തിരിച്ചറിഞ്ഞ് ഈശോയുടെ വിളി കേട്ട് ലിബിൻ ഇവിടെ എത്തി ഈ അമ്മയെ സ്നേഹവണക്കം നൽകി പാടുന്നു. മാതാവിനോട് പ്രത്യേകമായ ഒരു വലിയ അടുപ്പം ലിബിൻ്റെ മുഖത്ത് തന്നെ വ്യക്തമാണ്. ചിരിച്ചുകൊണ്ട് ലിബിൻ വളരെ ശാന്തമായി, സൗമ്യമായി, സന്തോഷത്തോടെ ഈ ഗാനം ആലപിക്കുമ്പോൾ എന്താണ് മാതാവിനോടുള്ള ഈ ഹൃദയചേർച്ചയുടെ ഉൾതലം ഒന്ന് പറയാമോ? അതായത് നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നമ്മൾ അപ്പൻ്റെ അടുത്ത് ആദ്യം പോയി പറയുന്നതിന് പകരം അമ്മയുടെ അടുത്താണ് എപ്പോഴും പോയി പറയാറ്. അപ്പൻ്റെ അടുത്ത് അമ്മയാണ് എപ്പോഴും പോയി നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു കുട്ടിക്കും ആ കുട്ടിയുടെ അമ്മയോട് ഒരു പ്രത്യേകമായ ആത്മീയമായൊരു അടുപ്പം, മാനസികമായൊരു അടുപ്പം ഉണ്ടാകും. അപ്പോൾ എനിക്കും അതുപോലെ നമ്മൾ എന്തൊരു അപകടത്തിൽപ്പെട്ടാലും അല്ലെങ്കിൽ എന്തൊരു പ്രശ്നം വന്നാലും നമ്മൾ ആദ്യം ദൈവമേ എന്ന് വിളിക്കുന്നതിന് പകരം അല്ല എങ്കിലും അറിയാതെ നമ്മൾ അമ്മേ, മാതാവേ എന്ന് വിളിച്ചു പോകും. കാരണം അത്രയും ഒരു അടുപ്പം നമുക്ക് എപ്പോഴും ചെറുപ്പം മുതലേ മാതാവിനോട് എപ്പോഴും എനിക്കങ്ങനെ ഒരു അടുപ്പം ഉണ്ടായിരുന്നു. പിന്നെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഒരു അനുഭവങ്ങൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ 22 വയസ്സ്. 22 വയസ്സിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെ. അത് എന്തൊക്കെയായിരിക്കാം? അത് മാതാവിനോട് ചേർന്ന അനുഭവം തന്നെയാണോ? അതെ, തീർച്ചയായും. കാരണം ഞാൻ പലപ്പോഴും അല്പം ചെറുപ്പം മുതലേ അല്പം കുസൃതിയും ഒക്കെ ആയിരുന്നു. എല്ലായ്പ്പോഴും എല്ലാവരുടെയും മുമ്പിൽ ഒരു കുസൃതിയെ പോലെ എപ്പോഴും ചെറുപ്പം മുതലേ ടീച്ചർമാരുടെയൊക്കെ കണ്ണിലൊരു കരടെന്നൊക്കെ പറയും പോലെ കരടോ കണ്ണിലുണ്ണിയോ എല്ലാവർക്കും എന്നെ ഇഷ്ടമായിരുന്നെങ്കിലും എപ്പോഴും ഒരു ഇഷ്ടമായിരുന്നു കരടായിരുന്നു. അതെ. പക്ഷേ ഞാനിങ്ങനെ എന്നെ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന കാലത്ത്, അപ്പോൾ ആ പ്രായത്തിൽ നമുക്കറിയാം എപ്പോഴും ദൈവത്തിൽ നിന്നും ഒക്കെ നമുക്ക് അകന്നു പോകാനുള്ള സാധ്യത കൂടിയ ഒരു പ്രായമാണ്. അപ്പോൾ എനിക്ക് സ്കൂട്ടറിൽ പോകുമ്പോൾ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആക്സിഡൻ്റ് ഉണ്ടായിട്ട് കാലിന് ചെറിയൊരു പ്രശ്നം വന്നൊരു മൈനർ സർജറി വേണ്ടി വന്നു. അപ്പോൾ അതുവരെ ഇല്ലാത്ത എല്ലാവരും നമ്മളോടൊപ്പം ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചെങ്കിലും ആ സമയത്ത് ആരും ഇല്ലാത്തൊരു ഫീലൊക്കെ മനസ്സിലേക്ക് വന്നു. അപ്പോൾ സർജറിക്ക് കയറി. സർജറി കഴിഞ്ഞ് എനിക്ക് ബോധം തെളിയുമ്പോൾ നല്ല വേദന ആയിട്ടാണ് ഞാൻ ബോധം തെളിഞ്ഞു വരുന്നത്. അപ്പോൾ ബോധം തെളിഞ്ഞ സമയത്ത് എൻ്റെ ചുറ്റും വേറെ ആരുമില്ല. കുറച്ച് ആളുകൾ ഇതുപോലെ സർജറി കഴിഞ്ഞ് വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ അതുപോലൊരു വേദന ഒരിക്കലും അനുഭവിച്ചിട്ടില്ല. അപ്പോൾ വേദന സഹിക്കാൻ പറ്റില്ലാതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല. അപ്പോൾ ഒരു സിസ്റ്ററിനോട് ഞാൻ ചോദിച്ചു, സിസ്റ്ററെ എന്താ ചെയ്യേണ്ടത്, ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞപ്പോൾ സിസ്റ്ററിനോട് പറഞ്ഞു, മോനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു, മോൻ്റെ ഭക്ഷണം ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾക്ക് പെയിൻ കില്ലർ ഗുളിക തരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ഓർത്ത് എന്തായിരിക്കും എനിക്ക് ആരും ഭക്ഷണം കൊണ്ട് തരാത്തത്. അപ്പോൾ എന്താ സംഭവിച്ചത്, തലേദിവസം രാത്രിയിൽ എന്നെ സർജറിക്ക് കയറ്റിയ സമയത്ത് എൻ്റെ മമ്മയും പെങ്ങളുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഉറങ്ങി, അവിടെ ഇരുന്ന് ഉറക്കം വളച്ചിരുന്ന് രാവിലെ അവർ ശകലം ഉറങ്ങിപ്പോയി. അവർ മേടിക്കാൻ പോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, ഭക്ഷണം മേടിക്കാൻ. അപ്പോൾ എനിക്ക് വേദനയാണെങ്കിൽ സഹിക്കാൻ പറ്റുന്നില്ല. ഞാനിങ്ങനെ എന്ത് ചെയ്യുമെന്നറിയാതെ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു അമ്മച്ചി, നല്ല പ്രായമുള്ളൊരു അമ്മച്ചി കിടക്കുന്നു. അമ്മച്ചിക്കും വേദനയുണ്ട്. കാരണം അമ്മച്ചിയുടെ ഹിപ്പ് എന്തോ സംഭവിച്ച അമ്മച്ചി വന്ന് കിടക്കുന്നതാണ്. അപ്പോൾ എങ്ങനെയാണെന്നറിയില്ല, ഞാൻ നോക്കിയപ്പോൾ അമ്മച്ചിയുടെ കയ്യിലൊരു കൊന്ത. കാര്യം നമുക്ക് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. പക്ഷേ അമ്മച്ചിക്ക് ആരെങ്കിലും കൊണ്ട് കൊടുത്താണോ ഇനി എങ്ങനെ വന്നു എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അമ്മച്ചിയുടെ കയ്യിലൊരു കൊന്തയുണ്ട്. അമ്മച്ചി ആ കൊന്തയെ ചെല്ലിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ കയ്യിൽ കൊന്തയില്ല. പക്ഷേ എനിക്ക് ആ സമയത്തൊരു പ്രചോദനം, എങ്ങനെയെങ്കിലും മാതാവിനോട് പ്രാർത്ഥിക്കാം, കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാം. ഞാൻ വിരലിലെണ്ണി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂറിന് ശേഷമാണ് എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തരുന്നത്. പക്ഷേ ആ സമയം വരെയും പിന്നെ എനിക്ക് വേദന ഞാൻ അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതുപോലെ ഒരു അനുഭവം, മറ്റൊരു അനുഭവം അത്ര വലിയൊരു അനുഭവം ഉണ്ടായിട്ടില്ലെങ്കിലും അതൊരു വലിയ അനുഭവമായിരുന്നു എനിക്ക്. പ്രിയമുള്ള സ്നേഹഹൃദയങ്ങളെ,
വേദന കൊണ്ട് പിടയുന്ന അവസ്ഥയിൽ ഇതാ തൊട്ടടുത്ത ബെഡിൽ ഒരു അമ്മച്ചി ജപമാല ചൊല്ലുന്നത് കണ്ടപ്പോൾ വേദനയാൽ പിടഞ്ഞു കിടക്കുന്ന ആ മകന്, ആ യുവത്വ ഹൃദയത്തിന് ഒരു പ്രേരണ. അവൻ വിരലിലെണ്ണി വിരൽ കൊന്തമണികളാക്കി മാറ്റി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ സ്തുതിക്കുമ്പോൾ അവന് ആശ്വാസം ലഭ്യമാകുന്നു. ആ ഇളം പ്രായം ഒരു വലിയ സാക്ഷ്യം നമുക്ക് നൽകുന്നുണ്ട്. മുതിർന്നവരായ നമ്മളൊക്കെ നമ്മുടെ സാക്ഷ്യങ്ങളിൽ, നമ്മുടെ പ്രയാണങ്ങളിൽ, പ്രിയമുള്ള സഹോദരങ്ങളെ, ജപമാല പിടിച്ച് മുന്നേറുമ്പോൾ, നമ്മുടെ യാത്രാവേളകൾ, ഒരുപക്ഷെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ജപമാല പ്രാർത്ഥനയിൽ നമ്മളായിരിക്കുമ്പോൾ അത് കാണുന്ന വ്യക്തികൾക്കും ഒരുപക്ഷെ അത് ഉൾപ്രേരണയ്ക്ക് കാരണമായേക്കാം. ഇന്നത്തെ യുവതലമുറയ്ക്ക് നല്ലൊരു മാതൃകയാണ് ഈ കുഞ്ഞു ലിബിൻ. അവൻ്റെ കഴിവ് ദൈവത്തിന് നൽകി, ഒപ്പം അവൻ്റെ ഹൃദയത്തിൽ പച്ച പിടിച്ച ആ സാക്ഷ്യം പങ്കുവെക്കുകയാണ്. അനേകം യുവത്വ ഹൃദയങ്ങൾക്ക് ഇതൊരു മാതൃകയാണ്. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക, പരിശുദ്ധ അമ്മയുടെ ആ നനവാർന്ന നനുത്ത സ്നേഹത്തിലേക്ക്, ഒരാശ്വാസം പടരുന്ന അനുഭവത്തിലേക്ക് ജീവിതം ചേർത്ത് വയ്ക്കുക. അതുവഴി വിശുദ്ധിയിൽ വളർന്നു വരിക. ഇതൊക്കെ നമുക്കും അനുഭവ പാഠങ്ങളാണ്. മുതിർന്നവരായ നമ്മൾ, നമ്മുടെ കുഞ്ഞനുജന്മാർക്ക്, നമ്മുടെ മക്കൾക്കൊക്കെ സ്നേഹസാക്ഷ്യത്തിൻ്റെ നിറവായി ജപമാല ഉണ്ടാകുവാൻ, ജപമാല ചൊല്ലുവാൻ, അത് ഭക്തിയോടെ ശ്രദ്ധയോടെ അനുവർത്തിക്കുവാൻ നമുക്കും പാഠമാകട്ടെ. അടുത്ത ഗാനത്തിലേക്ക് ലിബിൻ നമ്മളെ ക്ഷണിക്കുകയാണ്. നമുക്ക് ശ്രവിക്കാം. കാരുണ്യദീപാങ്കുരം കൈനീട്ടി നൽകിടുമോ? കാരുണ്യദീപാങ്കുരം കൈനീട്ടി നൽകിടുമോ? ഉയിരിൽ പൊൻകതിർ തൂകുമമ്മേ, ഉൾത്താരിലിരുൾ നീക്കിടാ. കാരുണ്യദീപാങ്കുരം കൈനീട്ടി നൽകിടുമോ? ഉയിരിൽ പൊൻകതിർ തൂകുമമ്മേ, ഉൾത്താരിലിരുൾ നീക്കിടാ. അഖിലേശസൂനുവിനേകി ജന്മം
അവനിൽ നീ ധന്യയായി മാതേ, അഖിലേശ സൂനുവിനേകി ജന്മം. അവനിൽ നീ ധന്യയായി മാതേ, കതിർത്തൂകിടും നിലാപ്പൈതലായി ദേവജൻ കുളിർമഞ്ഞു പുൽകിയ പുൽക്കുടിലിൽ. കതിർത്തൂകിടും നിലാപ്പൈതലായി ദേവജൻ കുളിർമഞ്ഞു പുൽകിയ പുൽക്കുടിലിൽ. കാരുണ്യദീപാങ്കുരം കൈനീട്ടി നൽകിടുമോ, ഉയിരിൽ പുൽക്കതിർത്തൂകുമമ്മേ, ഉൾത്താരിലിരുൾ നീക്കിടാ. അമലാംബികെ വന്നു കൈവണങ്ങാൻ, അഴലാകെ നീക്കുവാൻ നീ വരില്ലേ. അമലാംബികെ വന്നു കൈവണങ്ങാൻ, അഴലാകെ നീക്കുവാൻ നീ വരില്ലേ. അണയുന്നു സുതരിന്ന് മനമോദമോടെ നിൻ അഭയത്തിനായി കരവല്ലി കൂപ്പി. അണയുന്നു സുതരിന്ന് മനമോദമോടെ നിൻ അഭയത്തിനായി കരവല്ലി കൂപ്പി. കാരുണ്യദീപാങ്കുരം കൈനീട്ടി നൽകിടുമോ, ഉയിരിൽ പൊൻകതിർത്തൂകുമമ്മേ, ഉൾത്താരിലിരുൾ നീക്കിടാ. ഉയിരിൽ പൊൻകതിർത്തൂകുമമ്മേ, ഉൾത്താരിലിരുൾ നീക്കിടാ. കാരുണ്യദീപാങ്കുരം കൈനീട്ടി നൽകിടുമോ. കാരുണ്യ ദീപാങ്കുരം കൈനീട്ടി അമ്മയോട് വാങ്ങാം. ഹൃദയത്തിൻ്റെ ഉൾത്തലങ്ങളിലെ ഇരുൾ നീങ്ങുവാൻ മേരിയമ്മ സ്നേഹപ്രകാശവുമായി വരും. സ്നേഹപ്രകാശം യേശുവാണ്. അതുകൊണ്ടാണല്ലോ ഉഷകാല താരമേ എന്ന് അമ്മയെ വിശേഷിപ്പിക്കുക. ഇരുൾ നിറഞ്ഞ ഒരു ജീവിതത്തിനപ്പുറത്തേക്ക് ഇതാ വെൺപ്രകാശമായ പകൽ വരുന്നു എന്നതിൻ്റെ മുന്നോടിയായി നമ്മെ അറിയിക്കുന്ന പ്രഭാത താരം, അതാണ് പരിശുദ്ധ അമ്മ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളിലും മേരി മാതാവ് തുണയാകട്ടെ. കാരുണ്യത്തിൻ്റെ നിറവാർന്ന നനവാർന്ന ഊഷ്മളമായ ആ സ്നേഹം പകരുന്ന അമ്മ. അമ്മയുടെ മടിയിൽ നമുക്ക് സ്വച്ഛതയുണ്ട്, ശാന്തതയുണ്ട്. സമാധാനത്തിൻ്റെ രാജ്ഞിയാണ് അമ്മ എന്നതിനാൽ
നമുക്ക് സമാധാനം സംലഭ്യമാകുവാൻ അമ്മയുടെ മടിത്തട്ട് ഉപകരിക്കും. അമ്മയോട് ചേരാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, മേരിനാഥേ, കാരുണ്യ ദീപാങ്കുരവുമായി അമ്മ വരണം. അമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ യേശുവെന്ന ദിവ്യപ്രകാശത്തിലേക്ക് നടന്നെടുക്കുവാൻ ഞങ്ങളുടെ ചുവടുകളെ പ്രകാശപൂരിതമാക്കി മാറ്റണേ അമ്മേ. ഈശോ എന്ന നീതിസൂര്യൻ ഞങ്ങളുടെ ജീവിതത്തിൽ കത്തിപ്പടരുവാൻ, പരിശുദ്ധാത്മാവെന്ന അഗ്നിജ്വാല ഞങ്ങളിൽ ഉജ്ജ്വലിക്കുവാൻ, പിതാവായ ദൈവത്തിൻ്റെ നിർമ്മല സ്നേഹത്തിലേക്ക് ചേർന്നു നിന്ന ജീവിതം ധന്യമാക്കുവാൻ അമ്മേ ഞങ്ങൾക്ക് തുണയേകണേ, എപ്പോഴും തണലാകണേ. ആമേൻ.